ഗായ്സ് വെൽക്കം ബാക്ക് ടു ലക്ഷ്യ സ്കൂൾ പ്ലസ് ഇറ്റ്സ് മീ മുഹമ്മദ് നിഷാം. അപ്പൊ നമ്മൾ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്സ് തന്നെയാണ്. നമുക്ക് 4 മാർക്ക് വരെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന്. വാട്ട് ആർ ദി സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളതും വാട്ട് ആർ ദി മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ള ആ 2 ടോപ്പിക്കുകളാണ് പെട്ടെന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് കേട്ടോ. ഒട്ടും സമയങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 4 പ്രധാനപ്പെട്ട സ്കോപ്പുകളാണുള്ളത് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, രണ്ടാമത്തതാണ് സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, മൂന്നാമത്തതാണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്നുള്ളത്, നാലാമത്തതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ 4 രീതിയിലൂടെ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിന് സാധ്യതകളുണ്ട്. അതായത് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ്സിന്റെ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 മേഖലയിലൂടെ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ആദ്യത്തേതാണ് മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഗുഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗുഡ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ. മീൻസ് ഗുഡ്സ് വിച്ച് ആർ ടാഞ്ചിബിൾ. നമ്മൾ ഗുഡ്സുകൾ നമ്മൾ എന്താക്കാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാണ്. എന്താ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അതേമാതിരി അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തില്ലാത്ത വസ്തുക്കളൊക്കെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും. നമ്മുടെ രാജ്യത്ത് ഒരുപാട് റിസോഴ്സുകൾ കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഒരുപാട് ഗുഡ്സുകൾ നമ്മൾ എന്താക്കും മറ്റു രാജ്യത്തിലേക്ക് എക്സ്പോർട്ടും ചെയ്യും. സോ ഇങ്ങനെ ഗുഡ്സുകൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രീതിയാണ് മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് എന്താക്കാം ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗമാകാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദാറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് എന്താ ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വഴി കേട്ടോ. സോ രണ്ടാമത്തതാണ് ഏത് സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. എന്താണ് സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്? ഇവിടെ നേരത്തെ നമ്മൾ ഗുഡ്സിനെ പറ്റി പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. എന്താ സർവീസ് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഇൻടാഞ്ചിബിൾ ആയിരിക്കും, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ. ഓക്കെ, നമ്മളിവിടെ മെയിൻ ആയിട്ടും റെന്ററിങ് ദി സർവീസസ് ആണ്. സോ ഇത് നമ്മൾ എന്താണ് കാണാനും തൊടാനും ഒന്നും പറ്റൂല. ഇൻവിസിബിൾ ആയിട്ടുള്ള ട്രേഡ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ഓക്കെ, സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻവിസിബിൾ ട്രേഡ് എന്നുള്ള പേരിലാണ് പറയപ്പെടുക. സോ ടൂറിസം ആൻഡ് ട്രാവൽ, ട്രാൻസ്പോർട്ടേഷൻ, എന്റർടൈൻമെന്റ്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ സർവീസസ് എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആയിട്ടുള്ള വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ വഴിയാണ് ഇത് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്നുള്ളത്. സോ ലൈസൻസിങ് വഴിയും ഫ്രാഞ്ചൈസിങ് വഴിയും നമുക്ക് എന്താക്കാം ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമുക്ക് ഒരുപാട് സ്കോപ്പുകളുണ്ട്. സോ എന്താണ് ലൈസൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബിസിനസ് ഫേം പെർമിറ്റിംഗ് എ പേഴ്സൺ ഓർ എ ഫേം ഇൻ ഫോറിൻ കൺട്രി. ഓക്കെ, അപ്പം ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഒരു രാജ്യത്തിന് നമ്മൾ എന്താക്കാണ് ഒരു ബിസിനസ് ഫേം പെർമിഷൻ കൊടുക്കുകയാണ്. എന്തിന്റെ പെർമിഷനാണ് കൊടുക്കുന്നത്? ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സ് അണ്ടർ ദർ ട്രേഡ് മാർക്ക്, പേറ്റന്റ് or copyright for a fee is another way of operation international business. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ എന്താണ് ലൈസൻസിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താക്കാണ് നമ്മുടെ പേറ്റന്റ്, നമ്മുടെ കോപ്പിറൈറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ട്രേഡ് മാർക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് വേറൊരു രാജ്യത്തിലുള്ള വ്യക്തിക്ക് നമ്മളെല്ലാം അവർക്ക് കൊടുക്കാൻ. എന്തിന്? നമ്മൾ മേക്ക് ചെയ്ത പോലെ തന്നെയുള്ള പ്രൊഡക്റ്റ് അവർക്കും മേക്ക് ചെയ്യാൻ ആ രാജ്യത്തിൽ, എന്നിട്ട് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. സോ നമുക്കും പകരമായിട്ട് ആ രാജ്യത്തിൽ അവരായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക. സോ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന അനുമതിയാണ് ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊക്കോകോള, പെപ്സി പോലുള്ള കമ്പനികളൊക്കെ എന്താക്കുന്നുണ്ട് ഇങ്ങനെ ലൈസൻസിങ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് കൊക്കോകോളയും പെപ്സിയും ഒക്കെ എന്താക്കുന്നത് നമ്മുടെ നാടുകളിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. സോ ഇനി ഫ്രാഞ്ചൈസിങ്, മറ്റൊന്നാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയട്ടോ. സോ ഫ്രാഞ്ചൈസിങ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ somewhat similar to licensing with a different that it is connected with the provision of services. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഗുഡ്സുമായിട്ടും സർവീസുമായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗുഡ്സുകൾ മേക്ക് ചെയ്യാനുള്ള അനുമതി കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ ലൈസൻസിങ് എന്ന് പറയാം. ഇതേപോലെ തന്നെയുള്ള പരിപാടി, അതായത് നമ്മൾ ഈ ഒരു പേറ്റന്റ്, കോപ്പിറൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ സർവീസ് വേറെ രാജ്യത്ത് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയാണെങ്കിൽ അതാണ് എന്ത് നമ്മുടെ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മക്ഡൊണാൾഡ്സ്, KFC ഒക്കെ എന്താണ് അവരുടേതായിട്ടുള്ള സർവീസ് നമുക്ക് എന്താക്കുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. നല്ല ബെസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെന്താക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്.
ഓക്കെ. സോ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാലും മറ്റുള്ള ഏത് ഔട്ട്ലെറ്റുകളിൽ പോയി കഴിഞ്ഞാലും ഇന്റർനാഷണലി ഉള്ള ഏത് ഔട്ട്ലെറ്റ്സുകളൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് KFC ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്നത് ഇതുപോലുള്ള ഫ്രാഞ്ചൈസിങ് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടാണ്. സോ ലൈസൻസിങ് ത്രൂയും ഫ്രാഞ്ചൈസി ത്രൂയും നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ ബിസിനസ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, ഈ നാലാമത്തതാണ് ഏത്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻ ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫിനാൻഷ്യൽ റിട്ടേൺ. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ വന്നിട്ട് നമ്മുടെ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? അവർക്കൊരു റിട്ടേൺ അല്ലെങ്കിൽ നമുക്കൊരു റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പ്രധാനമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ് ക്യാൻ ബി, അതെങ്ങനെയൊക്കെ ആവാം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വിച്ച് മീൻസ് ഡയറക്ട്ലി ഇൻവെസ്റ്റഡ് ഇൻ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ എന്താക്കാം, ഏതെങ്കിലും പ്രോപ്പർട്ടീസിലൊക്കെ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം. ആൻഡ് FPI, അതായത് നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റിംഗ് ബൈ വേ ഓഫ് അക്വയറിംഗ് ഷെയർസ് ഓർ ഗ്രാൻഡിങ് ലോൺസ്. ഓക്കെ, സോ അതായത് നമ്മുടെ ഒന്നെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്ന, അതായത് നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന രീതികളാണ്. ഒന്നെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ രാജ്യക്കാർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് വന്നിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള രീതിയാണ് കേട്ടോ. അപ്പോഴും എന്താവാണ് അവിടെ ഇന്റർനാഷണൽ ബിസിനസിന്റെ സാധ്യത കൂടി വരാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്സ് ആണ് കേട്ടോ. എങ്ങനെയൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടക്കാം എന്നുള്ളത്. ഈ വഴികളിലൂടെ ഒക്കെ തന്നെ കടക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ തന്നെ നമ്മൾ എന്താക്കും, മോഡ്സുകളുടെ രീതിയിലേക്ക് മാറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോപ്പുകളില്ലേ, ആ സ്കോപ്പുകളുടെ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് നമ്മൾ മോഡ്സിലും പറഞ്ഞിട്ടോ. ആദ്യത്തതാണ് എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാമല്ലേ, നേരത്തെ ഞാൻ എന്ത് പറഞ്ഞു, മെർച്ചൻഡൈസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു. സോ ഈ സെയിം സാധനം തന്നെയാണ് കേട്ടോ. അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കാണ്, ഗുഡ്സ് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നേരെ നമ്മൾ എന്താക്കും, മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഗുഡ്സിനെ നമ്മൾ എന്താക്കും, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സോ ഇങ്ങനെ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇത് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയും കയറ്റുമതി എന്ന് പറയും അല്ലെ മലയാളത്തിൽ. ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇറക്കുമതി എന്ന് പറയും. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. സോ ഈ വഴിയിലൂടെ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. എന്താ കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആണ് കേട്ടോ. ഇൻ ദീസ് എ കമ്പനി എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ലോക്കൽ മാനുഫാക്ചറർ. ഓക്കെ, ഒരു ലോക്കൽ മാനുഫാക്ചററുമായിട്ട് എന്താക്കും, ഒരു കമ്പനി കോൺട്രാക്റ്റിലാക്കപ്പെടും ഇൻ എ ഫോറിൻ കൺട്രി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്തിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്തിലുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ മാനുഫാക്ചറുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിപ്പം ഒരു ദുൽഖറിൻ്റെ ഒരു സിനിമയിലുണ്ടല്ലോ നമ്മുടെ ദുൽഖറിൻ്റെ സിനിമയിൽ പറയുന്നുണ്ട്, ഇതുപോലെ ദുൽഖർ എന്താക്കുന്നുണ്ട്, മറ്റു രാജ്യക്കാർക്ക് ഡ്രസ്സ് മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് കാഞ്ചീപുരം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരിൽ നിന്നുണ്ടാക്കും ഡ്രസ്സുകളൊക്കെ ഒരു ഫോം ചെയ്യിപ്പിച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെന്താക്കും, മൊത്തമായിട്ടും വലിയ ട്രക്കിൽ പുറത്തേക്ക് അയക്കുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബിസിനസ്സിന് ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതേപോലെ തന്നെ മറ്റുള്ള രാജ്യത്തിലുള്ള ലോക്കൽ മാനുഫാക്ചേഴ്സിനടുത്ത് പോയിട്ട് കാര്യങ്ങൾ എന്താക്കാണ്, നമ്മൾ കോൺട്രാക്റ്റിലാവണം, അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ടും വട്ടർ ഇറ്റ് ഈസ് അങ്ങോട്ടോ എന്തോ ആവട്ടോ. സോ ദിസ് കോൺട്രാക്ട് ഈസ് ഫോർ ഗെറ്റിംഗ് സെർട്ടൈൻ components or goods produced as per the specification give. It is also called outsourcing. നമ്മളൊരു പെർട്ടിക്കുലർ വസ്തു നമ്മളെ പെർട്ടിക്കുലർ ആക്കപ്പെട്ട certain കോമ്പോണൻസുകൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു certain സ്പെസിഫിക്കേഷൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ടേക്കും നമ്മൾ എന്താക്കുന്നത്, അവരെ ഏൽപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചില റോ മെറ്റീരിയൽസ് നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആവില്ല. സോ അപ്പോൾ അവൈലബിൾ ആവുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്താക്കും, ആ വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകളെ ഏൽപ്പിക്കും. ഓക്കെ, അപ്പോൾ എന്താ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. ഇതൊരു തരത്തിലുള്ള ഔട്ട്സോഴ്സിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് കേട്ടോ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഒരു രാജ്യത്തിലെ ഒരാളെ തേടി പോയിട്ട് അവരുമായി ഡീൽ ചെയ്യുന്ന ചെറിയൊരു കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടോ. ഇറ്റ് മേ ടേക്ക് പ്ലേസസ് ഇൻ ദി ഫോം ഓഫ് പ്രൊഡക്ഷൻ of certain components only, assembly of components into final products and complete manufacturing of the product. ഓക്കെ, ഇതൊന്നെങ്കിൽ ചെറിയൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി മാത്രമാവാം, ഇങ്ങനെ പെർട്ടിക്കുലർ കോമ്പോണൻസിന് വേണ്ടി മാത്രമാവാം, അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ആവാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞിട്ടോ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്, ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഗുഡ്സുമായി റിലേറ്റ് ചെയ്യാൻ ഗുഡ്സ്
യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കാൻ അല്ലേ, പേറ്റന്റ് കോപ്പിറൈറ്റ് എല്ലാം നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. ഫ്രാഞ്ചൈസിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് റിലേറ്റഡ് ആണ്. സോ അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ് ഇവിടെ എങ്ങനെ നമുക്ക് കടക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ്, ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ആണ്. ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ഓണർഷിപ്പ് ഉള്ള കമ്പനി ഉണ്ടല്ലോ, ആ ഓണർഷിപ്പ് ഉള്ള കമ്പനിന്റെ ട്രേഡ് മാർക്ക്, പേറ്റന്റ്, ടെക്നോളജി ഒക്കെ നമ്മൾ എന്താക്കാണ്, അവർ വേറെ ആളുകൾക്ക് ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അതിനൊരു ഫീ കൂടി നമ്മൾ വാങ്ങിക്കും. ആ ഫീന്റെ പേരാണ് റോയൽറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താക്കാണ്, ഈസ് ഗീവ് പെർമിഷൻ കൊടുക്കുന്ന ആൾക്ക് വിളിക്കുന്ന പേര് ലൈസൻസർ എന്നും, ആരാണോ അത് വാങ്ങിക്കുന്നത് അയാൾക്ക് വിളിക്കുന്ന പേര് ലൈസൻസി എന്നാണ്. ഓക്കെ, എന്നിട്ട് അയാൾക്ക് എന്താക്കാൻ പറ്റും, ഈ ഫേമിന്റെ ആ പ്രോഡക്റ്റ് അവരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അവരുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് സ്വന്തം നാട്ടിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുവഴി ബിസിനസ്സിൽ അവൻ കൊഴിയാനും വേണ്ടി പറ്റും. ഓക്കെ, ഇനി അത് ഫ്രാഞ്ചൈസിങ്ങിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർവീസ് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ആരാണോ കോൺട്രാക്ട് കൊടുക്കുന്നത്, പാരന്റ് കമ്പനി ആരാണോ ഇത് കൊടുക്കുന്നത് അയാളാണ് ആര്, ഫ്രാഞ്ചൈസർ എന്നും, ആരാണോ ഇത് സ്വീകരിക്കുന്നത് അയാളെ നമ്മൾ ഫ്രാഞ്ചൈസി എന്നുള്ള പേര് വിളിക്കും. ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, നമ്മുടെ നാലാമത്തതാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് സ്റ്റാർട്ടിങ് എ ഫേം വിച്ച് ഈസ് ജോയിന്റ്ലി ഓൺഡ് ബൈ 2 or more firms. അപ്പോൾ 2 or അതിൽ കൂടുതലോ കമ്പനികൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ഹോണ്ട ആദ്യത്തെ കമ്പനിയാണ്, മാരുതി സുസുക്കി, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ പരിചയം. അപ്പോൾ രണ്ട് കമ്പനികളാണ്, മാരുതി ഒരു കമ്പനിയാണ്, സുസുക്കി ഒരു കമ്പനിയാണ്, ഹീറോ ഒരു കമ്പനിയാണ്, ഹോണ്ട ഒരു കമ്പനിയാണ്. സോ ഇതൊക്കെ വേറെ രാജ്യത്തുള്ള കമ്പനികളാണ്. ഇവരെന്താക്കും, ആ 2 രാജ്യത്തിലെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഇവരെന്താക്കി, ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത്, ഹീറോ ഹോണ്ട ബൈക്ക് മേക്ക് ചെയ്ത്, മാരുതി സുസുക്കി എന്താക്കി, കാർ മേക്ക് ചെയ്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കമ്പനികൾ അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, എന്നിട്ട് ആ 2 രാജ്യത്തിലെ മാർക്കറ്റും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. സോ അങ്ങനെ അവർ ടെറിട്ടറി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ പ്രോഫിറ്റ് ഏർണിങ്ങിനും അതേപോലെ തന്നെ അവരുടെ സെയിൽ വോളിയം ഒക്കെ കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താക്കുന്നത്, പ്രധാനമായിട്ടും അവർ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് മെയിൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 3 മേജർ വേ, 3 വഴികളിലൂടെയാണ് ചെയ്യുന്നത് കേട്ടോ. ഫോറിൻ ഇൻവെസ്റ്റർ ബൈങ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദി ലോക്കൽ ഫേം. ഒന്നെങ്കിൽ എന്താക്കും, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഒരു ലോക്കൽ ഫേമിൽ ബൈ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും, എന്നിട്ട് ഫോറിൻ ഇൻവെസ്റ്റർ എന്താക്കും, ലോക്കൽ ഫേമിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ബിസിനസ് വലുതാക്കും. അല്ലെങ്കിലോ ലോക്കൽ ഫേം അക്വയറിംഗ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ഫോറിൻ ഫേം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫോറിൻ ഫേമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ലോക്കൽ കമ്പനി വന്നിട്ട് എന്താക്കും, ഇൻവെസ്റ്റ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അല്ലെങ്കിലോ ബോത്ത് ഫേംസ് ജോയിൻലി എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ ഫേം. അല്ലെങ്കിൽ രണ്ടാളും കൂടിയിട്ട് എന്താക്കും, ഒരു പുതിയ ഫേം എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ, ഇവരുടെ പ്രോഡക്റ്റ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതി ഒരു ഇന്ത്യൻ കമ്പനിയാണ്, സുസുക്കി എന്താണ് വേറെ രാജ്യത്തിന്റെ കമ്പനിയാണ്. ഇവർ രണ്ടാളും കൂടിയിട്ട് മാരുതി സുസുക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടാക്കി, അതുവഴി എന്താക്കി കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു. സോ ഇതാണ് നാലാമത്തെ വഴി, ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ടോ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഹോളി ഓൺഡ് സബ്സിഡറീസ്. എന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ, ഹോളി എന്നല്ല പറഞ്ഞു, ഹോളി എന്ന് പറഞ്ഞാൽ എന്താ, ഫുള്ളി എന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, ഇൻ ദീസ് ഹോൾഡിംഗ് കമ്പനി, പാരന്റ് കമ്പനി കേട്ടോ, അക്വയർ ഒരു പാരന്റ് കമ്പനി എന്താക്കും, അക്വയർ 100% ഓഫ് ഷെയർ ഇൻ എ സബ്സിഡറി കമ്പനി. ഒരു ലോക്കൽ കമ്പനിയിൽ അല്ലെങ്കിൽ എന്താണ് വേറൊരു ഇപ്പം അത്യാവശ്യം പൊളഞ്ഞ് നിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് അല്ലെ, തകർന്ന് നിൽക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഇന്റർനാഷണൽ കമ്പനി വന്നിട്ട് എന്താക്കും, മൊത്തമായിട്ട് ആ കമ്പനി അങ്ങോട്ട് ഏറ്റെടുക്കും. അതിന്റെ ഫുൾ കാര്യങ്ങളും ഫുൾ സെറ്റിൽമെന്റും ചെയ്തിട്ട് മൊത്തമായിട്ട് ആ കമ്പനി അങ്ങോട്ട് ഏറ്റെടുക്കും. എ ഹോളി ഓൺഡ് സബ്സിഡറി കമ്പനി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ ഫോറിൻ മാർക്കറ്റ് ഇൻ വെദർ ഓഫ് ദി 2 ways. 2 രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സെറ്റപ്പ് എ ഫേം ഇൻ ഫോറിൻ കൺട്രി ഓർ അക്വയറിംഗ് എക്സിസ്റ്റിംഗ് ഫേം ഇൻ ദി ഫോറിൻ കൺട്രി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ എന്താക്കാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഹോളി ഓൺ സബ്സിഡറീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താ, വേറൊരു കമ്പനീൻ്റെ ഫുൾ ഷെയർസും ഫുൾ കാര്യങ്ങളും ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ കമ്പനീൻ്റെ അണ്ടറിൽ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്സും മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് ആണ്. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എന്താക്കാം, ഫുള്ള് മാർക്ക് സെറ്റ് ചെയ്താൽ കേട്ടോ. ഓക്കെ, താങ്ക് യു.